കമ്പിളി കണ്ടത്തെ കൽഭരണികൾ, ബാബു എബ്രഹാം. ഈ പുസ്തകം ഇന്നലെ ആട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ടും വായിക്കണം തോന്നി. കാരണം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നൂടെ കേട്ടിട്ട് ഇത്രകാലം വായിക്കാതിരുന്നതിന് കാര്യം മലയാളം പുസ്തകങ്ങൾ അവൈലബിൾ അല്ല. അപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിക്കണം, അല്ല നാട്ടിൽ നിന്ന് മേടിച്ച് ആരെക്കൊണ്ടെങ്കിലും വരുത്തണം, അങ്ങനെയൊക്കെ വിചാരിച്ചത്. എനിക്ക് അതിൻ്റെ ഒറിജിനൽ കോപ്പി വേണമെന്നുണ്ടായിരുന്നു. 73ാമത്തെ പതിപ്പാണ് കേട്ടോ വായിക്കണത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇത് കിട്ടി. ഒരു 10:30 വന്നു. പക്ഷെ ഞാൻ വീട്ടിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയത്. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കുത്തിയിരുന്ന് വായിച്ചൊരു 2 മണിക്ക് തുടങ്ങി പിന്നെ രാത്രി 12:30 ആയ സമയത്ത് വായിച്ചു തോന്നുന്നു. ഒരു ബ്രേക്ക് എടുക്കാണ്ട് വായിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹൃദയം മുറിഞ്ഞു പോണ പോലെ തോന്നും ചില ചാപ്റ്റേഴ്സും ചില കഥകളും വായിക്കുമ്പോഴേ. ഓരോ പേജും ഓരോ ചാപ്റ്ററും ഓരോ അനുഭവങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ചില കഥകൾ വായിക്കുമ്പോൾ, അല്ലെ ചില കഥയല്ല, ചില ജീവിതങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്ന പോലെ തോന്നും. ചിലത് നമ്മൾ അതിനോ നായകനോ അല്ലെങ്കിൽ നടന്മാരോ ഒക്കെ ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ ഇതിലുണ്ടല്ലോ നമ്മളെല്ലാമാണ്. നമ്മൾ ചിലപ്പോൾ ആ കഥയിൽ ജീവിച്ചിട്ടുണ്ടെന്ന് തോന്നും, ചിലപ്പം പുറത്ത് നിന്ന് ഈ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പൊടിപ്പും തൊങ്ങലുകളും കുറവാണ് കേട്ടോ. ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം വേദന, ദാരിദ്ര്യം, പട്ടിണി, അബ്യൂസ്, ഇതിനെയൊക്കെ ഭയങ്കരമായിട്ടും പൊടിപ്പും തൊങ്ങലും വയ്ക്കും. അപ്പം നമുക്ക് അതിൽ ഭയങ്കര വാക്കുകളായിരിക്കും, ഭയങ്കര എഴുത്തിനൊരു പർവ്വതീകരണം ഉണ്ടാകും. പക്ഷെ അനുഭവം നമ്മുടെ കൂടെ നിൽക്കില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനെ നമ്മുടെ അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ ഇരുന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയില്ലേ, അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ മനുഷ്യന്മാർ പറയണ പച്ച ഭാഷ. പ്രത്യേകിച്ച് കോട്ടയത്ത് ജനിച്ച് വളർന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്താ പറയുക, അതിനകത്ത് പറയുന്ന ഭാഷയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ഭാഷയാണ്. അതിന് പൊടിപ്പും തൊങ്ങലും ഇല്ല. എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും ശരിക്കും കരഞ്ഞാണ് വായിക്കണത്. അത് എന്താ പറയുക, ഒരു മങ്ങിയ കണ്ണോടെ അല്ലാണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ വായിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ കാഴ്ച മങ്ങി വായിച്ചാലും ഓരോ പേജും മറിക്കുമ്പം ആ ഒരു ഇരുണ്ട തുരങ്കത്തിൻ്റെ അപ്പുറം ഒരു വെളിച്ചം ഉണ്ടെന്ന് നമുക്ക് ഭയങ്കര ഉറപ്പാണ് കേട്ടോ. ഈ കുടുംബം വെളിച്ചം കാണുമെന്നുള്ള ഒരു ഭയങ്കരമായ പ്രതീക്ഷ വായനക്കാർക്ക് പോലും തോന്നും. എനിക്കത് ഓരോ ചാപ്റ്ററും വായിക്കുമ്പോഴത്തേക്കിന് എന്താ പറയുക, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നടന്നു പോകുന്ന പോലെ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോകുന്ന പോലെ തോന്നും. എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയ ഇതിൽ കഥയിൽ ബാബു എബ്രഹാമിൻ്റെ ഒരു 5 വയസ്സ് തൊട്ട് 10-15 വയസ്സ് വരെയുള്ള കഥയാണ് മുഴച്ച് നിൽക്കുന്നത്. അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു 5 വയസ്സ് തൊട്ട് 15 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ വളർന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു കുട്ടീനുണ്ടല്ലോ, ആ ചെറിയ പ്രായത്തിലുള്ള ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിപ്പോവും. അങ്ങനെ പറയുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായ സങ്കടം വരും. ഇപ്പം ഞാൻ വിചാരിക്കുക, എൻ്റെ മക്കൾ മലയാളം വായിക്കാൻ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറക്കെ വായിച്ച് കൊടുക്കാണ് കേട്ടോ. അവർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ 80-കൾ 90-കൾ 70 80 90-കളിലൊക്കെ ജീവിച്ച മാതാപിതാക്കളുടെ മക്കൾക്ക് ഇപ്പം ഈ ഒരു കാലത്ത് എങ്ങനെ ഇത്ര പഴയ കാലമൊന്നും അല്ലല്ലോ, ഇത്ര 30-40 അല്ലെ 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഇത് എന്താ പറയുക, ഇത് അത്രയ്ക്കും എല്ലാവരും ഇതാണ് കേരളം, അങ്ങനെയൊന്നും ജനറലൈസ് ചെയ്യാനായിട്ടൊന്നും ആർക്കും ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടല്ലോ, ശരിക്കും ഇങ്ങനത്തെ ഒത്തിരി കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്നും ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കണേ, എല്ലാ കുട്ടികളും നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് ഇത് കഥ മനസ്സിലാവും. കണ്ടിട്ടും കേട്ടിട്ടും ജീവിച്ചിട്ടും ഉള്ള ആളുകൾ നമ്മുടെ കാലത്തുള്ളവരായിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് വായിക്കണം തന്നെ തോന്നും. മുറിക്കുന്ന അനുഭവങ്ങളുള്ള ഒരു ജീവിതത്തിലൂടെ, ഇരുട്ടിലൂടെ പോയിട്ട് ഒരു വലിയ പ്രകാശത്തിലേക്ക് പോയ
ഒരു കുടുംബത്തിൻ്റെ കഥയാണ് കേട്ടോ. ഞാൻ ഇപ്പം നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പട്ടിണി ദാരിദ്ര്യം മാത്രമല്ലോ സ്ട്രഗിൾ, എന്തുവാ സ്ട്രഗിൾ, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെയും ആളുകൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ പ്രകാശത്തിലേക്ക് വന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഏത് മോട്ടിവേഷൻ ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് ആര് തൊണ്ടകീറി വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിലും എത്രയോ ശരിക്കും പറഞ്ഞാൽ ഒരു ലിവിഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്റ്റോറി, ഈ ഒരു കഥ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊരു മെമ്മോറാണ്, ഒരാളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇപ്പോൾ ഉടനെ ഇത് വായിക്കാനുള്ള ത്രാണി എനിക്കില്ല, പക്ഷെ വീണ്ടും വായിക്കണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരു കഥ, ഒരു പുസ്തകമാണ് കേട്ടോ. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ.